ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ അയർക്കുന്നത്ത് സ്ഥിതി ചെയ്യുന്ന അമയന്നൂരിൽ ജ്യോതിർഭവൻ എന്ന വൃദ്ധസദനമാണ്. ആൾട്ടൻഹെയിം വാട്സപ്പ് കൂട്ടായ്മയുടെ നിരവധി പ്രവർത്തനങ്ങൾ ഇവർക്ക് നമ്മളൊരു അടുക്കള വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ത്രേസ്യാമ്മ അമ്മച്ചിയുടെ വകയായിട്ടൊരു സെക്യൂരിറ്റി റൂം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളോട് പോകുമ്പം വൈകിട്ട് സമയങ്ങളിലുള്ള പ്രവർത്തനങ്ങളിൽ കറണ്ട് പോകുമ്പം ഈ അമ്മമാർ ഇരുട്ടിൽ തപ്പി തടയുന്നത് കാണാം. ഇൻഫാക്റ്റ് 2 ദിവസം മുൻപ് അവിടെയുള്ള ഒരു അമ്മ ഇതേപോലെ കറണ്ട് പോയപ്പോൾ ടോയ്ലറ്റിനകത്ത് വഴുതി വീഴുകയുണ്ടായി. കാരണം തീരെ വെളിച്ചമില്ല. അപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് സമയത്താണ് കറണ്ട് പോയി കഴിഞ്ഞാൽ പകലായാലും അകത്തൊരു ഇരുൾച്ച പോലെ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഈ അവസ്ഥ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രവർത്തന മധ്യേ വീഡിയോ വന്നപ്പോൾ നമ്മളിത് കാണുകയുണ്ടായി. കുറേ ദിവസം കൊണ്ട് ഇങ്ങനെയാണല്ലോ അവരുടെ അവസ്ഥ. നമ്മൾ തന്നെ ഒരു എമർജൻസിയിലായിട്ട് വാങ്ങിക്കൊടുത്തതും ശരിയായിട്ടില്ല. അപ്പോൾ കുറേയേറെ അമ്മമാരുള്ളൊരു സദനമാണ്, വളരെ കഷ്ടതയിൽ കൂടെ പോകുന്ന സദനമാണ്. അപ്പോൾ അവർക്കൊരു ഇൻവെർട്ടർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് കറണ്ട് പോകുമ്പോൾ പ്രശ്നമില്ലാണ്ടിരിക്കാം. വയസ്സായ അമ്മമാരാണ്, കണ്ണിന് കാഴ്ചയില്ലാത്തവരുണ്ട്, മറ്റ് ബലഹീനതകളുള്ളവരുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്കിത് ലാഭത്തിന് വാങ്ങാമെന്ന് നോക്കുമ്പം പോലീസ് ക്യാൻറ്റീനിൽ സമീപിച്ച് കഴിഞ്ഞാൽ നല്ല ലാഭത്തിന് നല്ല ഇൻവെർട്ടർ കിട്ടും. അങ്ങനെ നമ്മൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ തൃശ്ശൂർ ജില്ലയിൽ ജോലി ചെയ്യുന്ന ഷിബു എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സമീപിക്കുകയും പ്രിയപ്പെട്ട ഷിബു വഴി നമ്മൾ ആൻ്റണി സാർ, റെജി സാർ എന്നീ 2 പോലീസ് ഉദ്യോഗസ്ഥരെ പരിചയപ്പെടുകയും അവരുടെ നേതൃത്വത്തിൽ ഇൻവെർട്ടർ നമുക്ക് വാങ്ങി നൽകുകയും ചെയ്തു. എടുത്തു പറയേണ്ട ഒരു കാര്യം, പോലീസ് ക്യാൻറ്റീനിൽ നിന്ന് ഇൻവെർട്ടർ വാങ്ങിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥരായ റെജി സാറും ആൻ്റണി സാറും തിരികെ പോയിട്ടില്ല. അതിന് അവർ കൈകൊണ്ട് തന്നെ എടുത്ത് നമ്മുടെ ഓട്ടോറിക്ഷയിൽ വെച്ച് തന്ന് അത്തരത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ സാമൂഹിക സേവന തൽപരരാണെന്ന് തെളിയിക്കുന്ന ഒരു അനുഭവം കൂടിയാണ് നമുക്ക്. ഒരിക്കൽ കൂടെ പ്രിയപ്പെട്ട റെജി സാറിനും ആൻ്റണി സാറിനും ഷിബു സാറിനും ഹൃദയത്തിൽ നിന്നും സ്നേഹമറിയിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയല്ലോ. ഞാൻ കാണുന്ന ഒരു ഫോട്ടോ എടുത്തു. ഈ വൃദ്ധസദനത്തിലെ അമ്മമാരുടെ സന്തോഷമൊക്കെ നിങ്ങൾ കണ്ടു. ഇൻവെർട്ടർ നമ്മൾ വൃദ്ധസദനത്തിൽ കൊണ്ടുവന്നപ്പോൾ ആ അമ്മമാരും അവിടുത്തെ മുതിർന്ന സഹോദരിമാരൊക്കെ ഇറങ്ങി വന്ന് ആരോരുമില്ലാത്ത അനാഥരായ 4 ചുമരുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന അമ്മമാരാണ്. അവരുടെ സന്തോഷം കണ്ടില്ലേ? ഇനി അവരുടെ സന്തോഷത്തിന് കാരണമായ 3 പേരുടെ ഫോട്ടോസാണ് ഈ താഴെ കൊടുത്തിട്ടുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥന്മാരായ ഷിബു സർ, റെജി സാർ, ആൻ്റണി സാർ, ഈ 3 പേരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്കൊപ്പം നമുക്ക് വില കുറച്ച് പോലീസ് ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങാൻ നമുക്ക് വേണ്ടി അവരുടെ സമയം മാറ്റിവെച്ച് അവിടെ വന്ന് കഷ്ടപ്പെട്ട 3 പേർ. ഒരുപാട് സന്തോഷമുണ്ട് സാറേ. പോലീസ് ഉദ്യോഗസ്ഥരായാലും മറ്റേത് ജീവനക്കാരായാലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായാലും സാമൂഹ്യ സേവന സന്നദ്ധരാകുക അത് ജന്മനാ കിട്ടുന്ന ഒന്നാണ്. നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാകട്ടെ. ഈ അനാഥരായ അമ്മമാരുടെ മുഴുവൻ സ്നേഹവും പ്രാർത്ഥനയും നിങ്ങളുടെ മേലിലുണ്ട്. നിങ്ങൾക്ക് 3 പേർക്ക് വേണ്ടി വൃദ്ധസദനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഒരുപക്ഷെ വെളിയിലൊരു കടയിൽ നിന്ന് വാങ്ങിയാൽ ഒത്തിരി പൈസ കൊടുത്ത് വാങ്ങേണ്ട സ്ഥാനത്ത് ചെറിയൊരു വിലയ്ക്ക് വാങ്ങി നൽകാൻ നിങ്ങൾ കാണിച്ച വലിയ മനസ്സിന് മുൻപിൽ സല്യൂട്ട് അടിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.